5 വർഷം മുൻപ് വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ തെളിവെടുപ്പിന് ഹാജരാകാൻ മരിച്ച രോഗിക്ക് നോട്ടീസ് അയച്ച ആരോഗ്യവകുപ്പ്. രോഗി മരിച്ച് 1 വർഷമായത് അറിയാതെയാണ് നോട്ടീസ് അയച്ചത്. 2020-ൽ പാൻക്രിയാസിസിൽ മുഴ കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയ 2020-ലാണ് കുറുക്കഞ്ചേരി സ്വദേശി ജോസഫ് പോൾ വിധേയനായത്. വിട്ടുമാറാത്ത വേദനയെ തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് കത്രിക കണ്ടെത്തിയത്. ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ കോളേജിലെ സർജനെതിരെ ജോസഫ് നൽകിയ പരാതിയിലാണ് ഹാജരാകാൻ നോട്ടീസ് അയച്ചത്. മരണവിവരം കുടുംബം അറിയിച്ചതോടെ ഹിയറിംഗ് മാറ്റിവെച്ചെന്ന് കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചു. ജേസൺ ചാമാളപ്പിൽ വിവരങ്ങൾ നൽകും. മരിച്ച രോഗിക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കത്രിക മറന്നുവെച്ച 3ാമത്തെ സംഭവം, അല്ലെങ്കിൽ പുറത്തുവരുന്ന 3ാമത്തെ സംഭവമാവുകയാണ്. നേരത്തെ 2 രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹർഷീനയും അതിനുശേഷം ഉഷയും നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഇപ്പോൾ മരിച്ച രോഗിക്ക് നോട്ടീസ് അയച്ചു എന്നുള്ള വിവരം വന്നിരിക്കുന്നു. ജേസൺ ചാമളപ്പിൽ, നീതിയുടെ വേഗമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. തെളിവെടുപ്പിന് ഹാജരാകാൻ നോട്ടീസ് ലഭിക്കുമ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് വിശദാംശങ്ങൾ ജേസൺ? സ്മൃതി, 2020-ലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നു, അതിൽ സർജറി ചെയ്യുന്നു. അതിനുശേഷം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ശരീരത്തിൽ കത്രിക ഉണ്ടെന്ന് കണ്ടെത്തുന്നു. പിന്നീട് സർജറി ചെയ്ത് മാറ്റുന്നു. ഇതിനുശേഷം ഇത് നടത്തിയ ഡോക്ടർക്കെതിരെ, പോൾ ടി ജോസഫിനെതിരെ ഈ പരാതിക്കാരൻ, കത്രിക അകത്തിരുന്ന വ്യക്തി പരാതി നൽകുന്നു. ഈ പരാതിയുടെ തുടർ നടപടികൾക്കായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു പോയിരുന്നു. ഇതുപോലും അറിയാതെയാണ് നോട്ടീസ് അയക്കുന്നത്. ഈ നോട്ടീസ് അയച്ചു എന്ന് അറിയുകയും ഇയാൾ മരിച്ചു എന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രധാനമായും അയാൾ അന്ന് വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. ഈ തൃശ്ശൂർ കുറുക്കഞ്ചേരി സ്വദേശിയായി ജോസഫ് പോളാണ് ശരീരത്തിൽ കത്രിക കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹം രോഗബാധിതനായി മരിക്കുന്നതും പിന്നീട് ഇയാൾക്ക് ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് ആരോഗ്യവകുപ്പ് അയക്കുന്നതും. എന്തായാലും സങ്കടകരമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ആരോഗ്യ കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.